എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ ക്രേപ്പ് സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഇതിൻ്റെ കുറേ ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഈ 2 പാറ്റേൺ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള 2 ഡിസൈനാണ് വന്നേക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ്. 1795 റേഞ്ചും 1695 റേഞ്ചുമാണ്. രണ്ട് ഡിഫറെൻറ്റ് റേഞ്ചാണ്. ബ്യൂട്ടിഫുൾ സെറ്റ്സ് ആണ്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ഐഡി. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. പിന്നെ സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് മെൻഷൻ ചെയ്യുക. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും, സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ്, നമ്മളുടെ കംഫർട്ടബിൾ ആണ്. കോട്ടൺ ലൈനിങ്ങോ അല്ലെങ്കിൽ ബട്ടർ ക്രേപ്പ് ലൈനിങ്ങോ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറച്ചിങ്ങനെ വലിയുന്ന ടൈപ്പാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷിങ്ക, അപ്പോൾ കറക്റ്റ് ഫിറ്റിൽ കിടന്നോളും. ഞാനിത് നന്നായിട്ട് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കളറൊക്കെ നല്ല ഫോട്ടോസിലൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെയാണ്. ഡിഫറെൻറ്റ് കളേഴ്സ്, മൾട്ടി കളേർഡാണ്. ഈ മൾട്ടി കളർ ഞാൻ തയ്ച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റവുമാണ്. 1795 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഇതുപോലെ ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. ഇത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും, ഭയങ്കര കംഫർട്ടബിളാണ് ഇടാണ്ട്. കൂളായിട്ടുള്ള ഫാബ്രിക്. ബോട്ടം വന്നേക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെമി പലാസോ ആയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ നോർമൽ ബോട്ടം സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നെങ്കിൽ ലൈനിങ്ങും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കും. അല്ല കുറച്ച് ലൂസ് ഫിറ്റിൽ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ തയ്ച്ചിടാം കേട്ടോ. ഇങ്ങനെ വരും. ഇങ്ങനത്തെ കളറൊക്കെ നമുക്ക് കോമൺ വേറെ കിട്ടില്ലല്ലോ. അപ്പോൾ ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെരേറ്റ് ഇത് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം. അല്ല ഇത് തന്നെ ബോട്ടം വേണമെങ്കിൽ കിട്ടാൻ ലെഗിൻസ് അല്ലെങ്കിൽ എടുത്താലും ഓക്കെ ആയിരിക്കും കേട്ടോ. ഈ കളർ കുറച്ച് റെയർ ആയതുകൊണ്ടാണ് ഞാനത് ബോട്ടം തന്നെ തയ്ക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്കിൽ ഇതുപോലെ മൾട്ടി കളേർഡ് തന്നെയാണ്. ഇതിൻ്റെ ദുപ്പട്ട യെല്ലോ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. എല്ലാം നല്ല കോമ്പിനേഷൻസാണ്. ഏത് കിട്ടിയാലും നിങ്ങൾ വേഗം തന്നെ എടുത്തോളൂ. കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റിയിലല്ല ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പല സമയത്തായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് റീസ്റ്റോക്ക് വേണമെന്നാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു. കിട്ടാത്തവർക്ക് നമുക്ക് പതിയെ റീസ്റ്റോക്ക് ചെയ്തെടുക്കാം. ഓറഞ്ചാണ് നെക്സ്റ്റ് ഷെയ്ഡ്. എല്ലാം നല്ല ഡാർക്ക് കോമ്പിനേഷൻസാണ്. ഡാർക്ക് കോമ്പിനേഷൻസ് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും. സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഷേപ്പിൽ കിടക്കും, നന്നായിട്ട് കംഫർട്ടബിളോ. നെക്സ്റ്റ് വൺ എല്ലാത്തിലും സെയിം ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ്. ദുപ്പട്ട മാത്രം ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത്. റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ, റെഡ് ബോട്ടം. ഇനി വരുന്നത് സ്ട്രൈപ്സ് പാറ്റേൺ ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. ഇത് 1695 റേഞ്ച് കേട്ടോ. അത് കുറച്ചുകൂടെ വണ്ണമുള്ളവർ കുറച്ചുകൂടെ ലീനായിട്ടിരിക്കും. ഈ സ്ട്രൈപ്സ് ഇടുമ്പോൾ ഒന്ന് ലീനായിട്ട് ഒതുങ്ങിയിരിക്കും. പ്രത്യേകിച്ച് ഈ ഫാബ്രിക്കും കൂടെ ആകുമ്പോൾ ചേർന്ന് ഇങ്ങനെ കിടന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ദുപ്പട്ട നോക്കി, ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല കോമ്പിനേഷൻ അല്ല. നെക്സ്റ്റ് കളർ യെല്ലോ, മസ്റ്റേർഡ് യെല്ലോ കളർ. ബാക്കും ഫ്രണ്ടും ഈ സ്ട്രൈപ്സ് ഉപയോഗിക്കുന്നത്. 1695 റേഞ്ച്. എൻ്റെ കോമ്പിനേഷൻ നോക്ക്, ഗ്രേപ്പ് വൈറ്റ് ഡാർക്ക് ടോൺ. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ബോട്ടം. ഇതിങ്ങനെ നമുക്ക് ഡബിൾ സൈഡൊക്കെ ഇട്ടാലും ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെറ്റ്. നെക്സ്റ്റ് വൺ ഇതുപോലെ നല്ലൊരു ബ്ലൂ എന്നോ വയലറ്റ് എന്നൊക്കെ പറയാം. ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ഉണ്ട്. ഈ ഒരു കളർ ഉണ്ട് എൻ പോർഷനിൽ. ആ ഒരു കളർ കോമ്പിനേഷൻ നോക്ക്, ബ്ലാക്കിൽ ഏത് കോമ്പിനേഷൻ വന്നാലും ഭംഗിയാണ്. ഇതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം ചെയ്യാതെ ബ്ലാക്ക് ബോട്ടം ഇടാം. ബ്ലാക്ക് ബോട്ടം നമുക്ക് കോമൺ ആയിട്ട് കിട്ടുമല്ലോ. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ടോപ്പ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊരു ടോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ചെറിയ പീസ് എടുത്ത് നെക്കിലോ അല്ലെങ്കിൽ സ്ലീവ് എൻഡിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വരാം. അതും ബ്ലാക്ക് ബോട്ടമായിട്ട് പെയർ ചെയ്യുകയും ചെയ്യാം. ഇതൊരു റെയർ ആയിട്ടുള്ളൊരു ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ഡാർക്ക് മെറൂണും ആ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡും കൂടിയുള്ള കോമ്പിനേഷൻ. സറ്റിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ബോട്ടം ഇതുപോലെ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ വീഡിയോ.
നമ്മുടെ സൈറ്റ് ടൂർ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് ടൂർ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.